നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ ചാടി കയറി റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബിസിനസ്സുകളെക്കാട്ടും കുറച്ച് കൂടുതൽ ചലഞ്ചസും എഫേർട്ടും നമ്മൾ ഇടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്ഷനും സപ്ലൈയും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു 12 മണിക്കൂർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ വിചാരിക്കുക ഈ 12 മണിക്കൂറായിട്ടാണ് അവരെ കച്ചവടം അവിടെ കയറുന്നത് എന്നുള്ളതാണ്. പക്ഷെ നടത്തിയെടുത്ത ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കി അവരുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞത് 2-3 hours ആയിരിക്കും. ചിലപ്പോൾ ലഞ്ചിന്റെ ടൈം ആയിരിക്കും, ചിലപ്പോൾ ഡിന്നറിന്റെ സമയത്തായിരിക്കും, ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് വരുന്ന ഒരു പ്രഷറും സ്ട്രെസ്സും ഉണ്ട്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. ചിലപ്പോൾ എടുക്കുന്ന കസ്റ്റമർ സർവീസിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുത്ത ടേബിളിൽ പച്ചവെള്ളം ഓർഡർ ചെയ്ത് എനിക്ക് മഞ്ഞവെള്ളം കിട്ടിയെന്ന് പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ പോയ ഓർഡറിൽ ചില്ലി ചിക്കനിൽ പകരം അവൻ ചില്ലിക്ക് പകരം മല്ലിട്ട് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കും. ആ സമയത്തേക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന ഓർഡർ കൊണ്ടുപോയ ഡ്രൈവർ പറഞ്ഞിട്ട് വണ്ടി കേടാന്ന് എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഫുഡ് ആ കസ്റ്റമറിന്റെ ഓർഡർ ഫുഡ് വീണ്ടും ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് നമ്മൾ കൊടുത്ത ഓർഡറിൽ ചട്നിക്ക് പകരം ചമ്മന്തിയാ വെച്ച് എന്നുള്ളത്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വരും ആ സമയത്ത് എന്നുള്ളതാണ്. നമ്മൾക്ക് ആ 2-3 hours ഉള്ളിൽ നമുക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റുന്നില്ല, അപ്പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് എടുക്കും എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മടുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വേണ്ടിയെന്നില്ല ഈ പണി, വേറെ ഏതെങ്കിലും പണിയെടുത്താൽ മതിയായതെന്ന് തോന്നാനുള്ള സാധ്യതയും കൂടുതലാണ്. അത് ആ ബിസിനസ്സിൽ നിന്ന് അവർ ഇനി മതി, ഇനി ഞാൻ ബിസിനസ് ചെയ്യണില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ് ഈ ഫുഡ് ബിസിനസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനോട് തന്നെ താല്പര്യമല്ല, വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ നിങ്ങളുടെ തലയിൽ കെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു നേച്ചർ ഓഫ് ദി ബിസിനസ് എന്താണെന്നുള്ളത് പിടികിട്ടുകയും ചെയ്യും. ഇതിൻ്റെ സ്ട്രെസ്സും പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവും ചെയ്യും. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് പിന്നീട് നിങ്ങളിത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചാടിക്കയറി നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു കാലത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് അത്രയും താല്പര്യം ഉണ്ടായിട്ടാണോ ഇതിലേക്ക് വരുന്നത് എന്നുള്ളതും, അല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം എളുപ്പം ഇതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് ആലോചിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മെക്ഡൊണാൾഡ്സിനും KFCനും ഒന്നും വെച്ച് കമ്പയർ ചെയ്യരുത്, കാരണം അതൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള കമ്പനീസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾ ആദ്യം ജമ്പ് ചെയ്യുന്നത് ഈ ബിസിനസ്സിലേക്കാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ.